പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം കേരളത്തിന് അർഹമായ ജലം തമിഴ്നാട് തരാത്തതോടെ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖല വരൾച്ചയിലേക്ക്. ചിറ്റൂർ പുഴ പദ്ധതി പ്രകാരം 40,000 ഏക്കറിലെ രണ്ടാം വിള നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതുകൂടാതെ പച്ചക്കറി, നാളികേരം തുടങ്ങിയ വിളകളെയും ജലക്ഷാമം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാരോപിച്ച് കഴിഞ്ഞ 3 ദിവസമായി അനിശ്ചിതകാല സമരം നടത്തുകയാണ് പ്രദേശത്തെ കർഷകർ. കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുൻപിലാണ് കർഷകർ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം നടത്തുന്നത്. കതിർ വരുന്ന സമയത്ത് തന്നെ പ്രദേശത്തെ വിള ഉണങ്ങുന്ന സാഹചര്യത്തിലാണ് കർഷകരുടെ സമരം. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഫെബ്രുവരിയിൽ സെക്കൻഡിൽ 400 ഘനയടി വെള്ളം തമിഴ്നാട് കേരളത്തിന് നൽകണം. എന്നാൽ 230 ഘനയടി തോതിൽ മാത്രമേ നൽകാനാവൂ എന്നാണ് തമിഴ്നാട് നിലപാട്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 230 ഘനയടിയിലും കുറവ് വരുത്തിയതോടെയാണ് ചിറ്റൂർ മേഖല വരൾച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ ആരോപിച്ചു. 4 മാസമായി അവര് വെള്ളം കൊണ്ടുപോവുകയാണ്. ആളിയാർ ഡാമിൽ ഇറക്കിയാൽ ചിറ്റൂരുകാർക്ക് വെള്ളം കൊടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. അത് ചിറ്റൂരിലെ കർഷകരോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ്, കരാർ ലംഘനമാണ്, നിയമലംഘനമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കത്തെഴുതിയത് കൊണ്ടോ ചർച്ചകൾ നടത്തിയത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇത് കണ്ടുവരികയാണ്. ആളിയാറിലേക്ക് വെള്ളം എത്തിക്കാത്ത തമിഴ്നാട് കോണ്ടൂർ കനാൽ വഴി തിരുമൂർത്തി അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുപോവുകയാണെന്നും കർഷകർ പറഞ്ഞു. വെള്ളമില്ലാത്തത് കൊണ്ടല്ല നമുക്ക് വെള്ളം തരാതിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം പറമ്പിക്കുളത്ത് നിന്ന് കോണ്ടൂർ കനാൽ വഴി തിരുമൂർത്തിയിലേക്കും അവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കും തമിഴ്നാട് വെള്ളം കൊണ്ടുപോവുകയാണ്. കരാർ പ്രകാരം ചാലക്കുടി നദീതടത്തിൽ കേരള ഷോളയാർ ഡാമിൽ 12.30 TMC ജലവും ഭാരതപ്പുഴ നദീതടത്തിലെ ചിറ്റൂർ മേഖലയിലെ കൃഷിക്കായി മണക്കടവ് വീറിൽ നിന്ന് 7.25 TMC ജലവുമാണ് കേരളത്തിന് അർഹമായത്. ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതുവരെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വെള്ളത്തിന്റെ അർഹമായ അളവ് 5.6 TMC ആണ്. എന്നാൽ വ്യാഴാഴ്ച വരെ 3.6 TMC ജലം മാത്രമാണ് ലഭിച്ചതെന്ന് ചിറ്റൂർ പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നു. അതേസമയം ശിരുവാണിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വെള്ളം നൽകുന്നത് നിർത്തിയാൽ മാത്രമേ തമിഴ്നാട് കരാർ ലംഘിക്കുന്നത് അവസാനിപ്പിക്കൂ എന്നും കർഷകർ പറഞ്ഞു. ജനം, പാലക്കാട്.